മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ ലീഗലി കളിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുന്നത്. ഇവന്മാരെ ഞാൻ ജയിലിൽ കയറ്റെന്ന് പറഞ്ഞാൽ കയറ്റിയിരിക്കും. ഓഡിയോ ക്ലിപ്സ് എനിക്കെതിരെ. എടാ, ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം. യെസ്, അങ്ങനെ MRC തൊപ്പി അങ്ങനെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് തൊപ്പിയുടെ ലൈവിന് ശേഷം MRC നമ്മുടെ ഷമീർ ഒരു വീഡിയോ ആയിട്ട് വന്നു. ആ വീഡിയോയിൽ അതായത് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും അത് എല്ലാ സാധനത്തിനും നമുക്കിപ്പോൾ ഒരാളെ ഇത് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. തൊപ്പിയുടെ ഭാഗത്തു നിന്നായാലും ഷമീറിൻ്റെ ഭാഗത്തു നിന്നായാലും രണ്ട് പേരും അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കാണിച്ച കാട്ടായം, അതായത് തേർഡ് ക്ലാസ് പരിപാടി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒറ്റ വാക്കി പറഞ്ഞാൽ തേർഡ് ക്ലാസ്. അത് തൊപ്പിയുടെ ഭാഗത്തുനിന്ന് ആയിക്കോട്ടെ ഷമീർ രണ്ട് പേരുടെ ഭാഗത്തുനിന്ന് നല്ല തേർഡ് ക്ലാസ് ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ട് നിൽക്കുന്ന ആൾക്കാരുടെ, അതായത് ഞാൻ ഉൾപ്പെടെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇത് സ്ക്രിപ്റ്റ് ആണോ എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഷമീർ ഈ തൊപ്പിയുടെ ലൈവിന് ശേഷം ഷമീർ ഒരു ലൈവായിട്ട് വരും. ഷമീർ ലൈവ് വന്നു കഴിഞ്ഞതിന് ശേഷം വേറൊരു ചാനലിൽ വന്നിട്ട് വേറെ കുറേ എന്തൊക്കെയോ പറയും. ഇവർക്ക് ശരിക്കും സത്യം പറയാനാണെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു ചാനലിൽ അങ്ങ് പറഞ്ഞാൽ പോരെ. അതായത് എനിക്ക് തോന്നി ഇവർ വ്യൂസ് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ജാസിയുടെ ചാനലിൽ വന്ന് പറയുന്നു, അതിന് മമ്മു വേറെ രീതിയിൽ വന്ന് പറയുന്നു. എല്ലാവരുടെ അക്കൗണ്ടിൽ നിന്ന് അവരവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ നിന്നാണ് പറയുന്നത്. എനിക്ക് അതങ്ങോട്ട് മനസ്സിലാവുന്നില്ല, ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിക്കെതിരെ കുറേ കാര്യങ്ങൾ, കുറേ ഓഡിയോ ക്ലിപ്സും കുറേ വീഡിയോസുമായിട്ടാണ് ഷമീർ ആ ലൈവിൽ പറയുന്നത്. ആ ലൈവിൽ ശരിക്കും പറഞ്ഞാൽ ഹനാൻ ഷാനെ കുറിച്ചും ഹനാൻ ഷാൻ്റെ ഫാമിലിയെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ച് പുള്ളിക്കാരെ സ്ട്രൈക്ക് കൊടുത്ത് അതങ്ങ് കളഞ്ഞു. വളരെ നല്ല കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അതായത് ഒരു ഗ്യാങ്, MRC ഗ്യാങ് എന്ന് പറഞ്ഞ പേരിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അതായത് ഈ നിങ്ങളുടെ വ്യൂവേഴ്സ് ഒന്ന് ആലോചിക്കുക. ഇവരുടെ വ്യൂവേഴ്സ് ഏകദേശം ഒരു 85% വ്യൂവേഴ്സ് അണ്ടർ 18 ആൾക്കാരാണ്. അവർക്ക് കാണിക്കാൻ പറ്റിയ കണ്ടന്റാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് എനിക്കറിയാമാണ്. തൊപ്പി എന്നിട്ട് അവസാനം എന്തോ ലീഗലിയൊക്കെ മൂവി എന്ന് പറഞ്ഞിട്ട് വഴാപ്പുഴ സ്റ്റേഷനിൽ കുറച്ച് പരാതിയായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്സ് എന്തായാലും ആദ്യം ഒന്ന് കാണാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യം സംസാരിക്കാം. പോലീസ് സ്റ്റേഷനിലുള്ളത് പരാതി കൊടുക്കാൻ വന്നതാണ്. എന്നൊക്കെ ഒരു മിനിറ്റ് വണ്ടിയിൽ നിന്നിട്ട് ബാക്കി പറയാം. ഒന്ന് സമാധാനത്തിൽ ഇരിക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ ഓട്ടമായിരുന്നു. ഓക്കെ, ഇന്ന് കേരളത്തിൽ ചെറിയൊരു ഭാഗം ആൾക്കാരുടെയെങ്കിലും മുന്നിൽ ഞാൻ പോക്സോ കേസ് പോക്സോ കേസ് ചെയ്ത ആളാണ്. ഓക്കെ, പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ ഞങ്ങളായിട്ട് ആരോടത്തും പറഞ്ഞതല്ല. നിങ്ങളുടെ ഗ്യാങ് മെമ്പറായ ഷമീർ തന്നെ വിത്ത് ഓഡിയോ പ്രൂഫ് പുള്ളി കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ടതാ. അത് തൊപ്പി ഷമീറിനെ കുറിച്ച്, അതായത് തൊപ്പി ശരിക്കും പറഞ്ഞാൽ ചെയ്ത വലിയൊരു തെണ്ടിത്തരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്തോ ആയിക്കോട്ടെ, പുള്ളിക്കാരനെ കുറിച്ച് ഇതേപോലെ, അതായത് പുള്ളിക്കാരൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരനെ എങ്ങനെ വെളിയിറങ്ങി നടക്കാൻ പറ്റുന്ന ഒന്ന് ആലോചിച്ച് നോക്കി. തൊപ്പിയുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? തൊപ്പി ഇതേപോലത്തെ കാര്യങ്ങൾ കാണിക്കുക. അത് തൊപ്പി പറയാം, എൻ്റെ ഈ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്, കൂടുതൽ കളിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് പബ്ലിഷ് ചെയ്യും. ആ ഒരു പറച്ചിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര എഫക്റ്റ് വരത്തില്ലായിരുന്നു. അത് ഒരാളുടെ ലൈഫിനെ അങ്ങോട്ട് സ്പോയിൽ ചെയ്ത് കളഞ്ഞു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിട്ട് തെണ്ടിത്തരാണെന്ന് എനിക്ക് തോന്നിയത്. അതായത് അയാളുടെ പേഴ്സണൽ ലൈഫിൽ കിടന്ന ഒരു പേഴ്സണൽ വീഡിയോ അത് ഇതേപോലത്തെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് അയാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇയാൾ എന്ത് ചിന്തിക്കുന്നത്? ഷമീർ എന്ന് പറഞ്ഞാൽ അയാളുടെ സൈഡിൽ ചിന്തിക്കുന്നത് എൻ്റെ ഫെയിം എന്തായാലും കളഞ്ഞു, എന്നാൽ ഇവൻ്റെയും കളഞ്ഞേക്കാന്ന് എഴുതി ഇയാൾ കുറേ ഓഡിയോ ക്ലിപ്പും ഇതും എടുത്തിട്ട് അങ്ങോട്ട് പബ്ലിഷ് ചെയ്യുന്നു. എന്തൊക്കെയാണ് കാണിച്ചു കൂടുന്നത്? അതായത് ഇവിടെ ഷമീർ ചെയ്ത അതേ കാര്യങ്ങൾ തൊപ്പി പണ്ടത്തെ ലൈവിൽ ചെയ്ത ജോളോ ചിപ്പും വെച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് ലൈവിലൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തൊപ്പി അത്രയും വലിയ പുണ്യാളനാണെന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ. രണ്ട് കൂട്ടരും, ഷമീറും ഇവരുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരും പുണ്യാളന്മാരാണെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ് ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റിപ്പോറ്റിയ കുറച്ച് നാറുകൾ. ഓക്കെ, ഇനി വെറുതെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാരിത് ക്രെഡിറ്റ് ആയിട്ട് ഇവന്മാർക്ക് ഇത് കുഴപ്പമില്ല, ഇവന്മാർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, എക്സ്പോസിങ് ഇതെല്ലാം ഞാൻ പറയട്ടെ. ഇത് കണ്ടോ, 2 ക്രിമിനൽ കേസുകളും പിന്നെ ഒരു ഡിഫേമേഷന്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയത്. എനിക്ക് പക്ഷേ ഇപ്പോഴും തോന്നുന്ന സംശയം എന്ന് വെച്ചാൽ ഇനി ഇവരൊക്കെ ഇത് സ്ക്രിപ്റ്റായിട്ട് കൊണ്ടു നടക്കുന്നതാണെന്ന് എനിക്കറിയാൻ പാടില്ല. അത് ഇവർ ഗ്യാങ് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് തൊപ്പിയുടെ ലൈവിലായിട്ട് പോകുന്നു, ഷമീറിന് ഒരു ലൈവ്, എല്ലാവർക്കും സെറ്റ് ഓഫ് ഓഡിയൻസ് കിട്ടാനായിട്ട് ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളൊന്ന് ആലോചിച്ച് നോക്കി, ഇതേപോലത്തെ വലിയൊരു കോൺട്രവേഴ്സി ഒരാളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഓരോരുത്തരും ഓരോ ചാനലിൽ കയറിയാണ് ലൈവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാസിയുടെ നിങ്ങൾ ആ ജാസിയുടെ ആ വീഡിയോ കണ്ടാണോ? ആ കരയുന്ന ആ വീഡിയോ കണ്ടാണോ? അത് കണ്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജാസിയുടെ ആ വീഡിയോ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവൻ ചിരിച്ചോ, അത് കരയാത്ത ഒരാളെ കൊണ്ട് കരയിപ്പിക്കുന്ന പോലെ ആ ഒരു അവസ്ഥയാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്.
അത് പുള്ളി ചിരിച്ചോണ്ട് കരയുന്ന പോലെ എനിക്ക് തോന്നിയത്. ഇങ്ങനെയാണോ ഒരാൾ കരയുന്നേ എന്ന് പറഞ്ഞാൽ? ഇങ്ങനെയാണോ കരയുന്ന ഒരാൾ? ഞാൻ ആദ്യമായിട്ട് ഒരാൾ അങ്ങനെ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതാണ്. എനിക്കത് കണ്ടിട്ട് ചിരിയാവുന്നത്. ഇവൻ ചിരിക്കുകയാണോ കരയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ വീട്ടില് ഞാനില്ലാത്തപ്പം ഡ്രഗ്സ് കയറ്റിയിട്ട് എന്റെ അലമാരയിൽ ഡ്രഗ്സ് എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്തു വെച്ചേക്ക. ഇത് എത്ര മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ? ഇവര് വന്ന മുതലുള്ള പ്ലാൻ ഞാൻ വിചാരിച്ചു 3 മാസം മുമ്പാണ് ഇവർ എന്നെ കൊടുക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഇത് ഇവര് ജാസിന്റെ വായി തന്നെ ഇന്നലെ അറിയാണ്ട് വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോ തുടങ്ങിയ പ്ലാനിങ് ആണ്. അപ്പൊ ഇവരെല്ലാം ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാം കണ്ടാന്ന് വിശ്വസിക്കുന്നത്. ഷമീറിന്റെ ലൈവിൽ ഷമീർ ഇതേപോലെ തൊപ്പിയുടെ റൂം സെർച്ച് ചെയ്യുന്ന പോലെ കാണി. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് തൊപ്പി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മാസം മുന്നേ തൊപ്പിക്ക് കിട്ടിയതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ, അതായത് നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക്, അതായത് നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ താമസിക്കുന്നു. അതൊരു 5-6 മാസം മുന്നേ അത് നമ്മുടെ ആ ഫ്രണ്ട് ഇങ്ങനെ ചതിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്ത്, അതായത് എന്താ ജ്യോതിഷം അറിഞ്ഞിട്ട് ചെയ്യുന്ന പോലെ ആയിപ്പോയി. ഇവൻ നമ്മൾ കുറച്ച് 5-6 മാസം കഴിയുമ്പോൾ ചതിക്കുന്ന രീതിയിൽ ഇവർ നേരത്തെ വീഡിയോ എടുത്തു വെച്ചിരിക്കുക. അത് ഇൻ കേസ് ചതിക്കുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ട്. ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ സ്ക്രിപ്റ്റ് ആണോ എനിക്കത് മനസ്സിലാവുന്നില്ല. അതായത് 5-6 മാസം, തൊപ്പി പറയുന്ന 5-6 മാസം മുന്നേ ഈ വീഡിയോ അവർ പറയുന്നത് നേരത്തെ എടുത്തു വെച്ച വീഡിയോ എന്ന് ഇവരും പറയുന്നുണ്ട്. അതായത് തൊപ്പിയുടെ ഇത് നേരത്തെ കണ്ടുപിടിക്കേണ്ട 5-6 മാസം മുന്നേ എടുത്ത വീഡിയോ. അത് ഇത്രയും എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്താ കാണിക്കണേ. ഇത് എനിക്കറിയാൻ പാടില്ല സ്ക്രിപ്റ്റ് ആണോ, അതായത് ഇവരുടെ വ്യൂവേഴ്സിൻ്റെ ഇത് കൂട്ടാനായിട്ട് ഇവർ കാണിക്കുന്ന ഒരു തേർഡ് റേറ്റ് ഷോ ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇതേപോലത്തെ ക്ലിപ്സ് ഒക്കെ ഇട്ടിട്ട്, അതായത് ഇപ്പം ഭയങ്കര നെഗറ്റീവ്. ഇപ്പോൾ ഷമീറിൻ്റെ ഒക്കെ ആക്ച്വലി അത്യാവശ്യം പേര് ഇപ്പോൾ എപ്പോഴും അറിയുന്നുണ്ട്. ആ ഒരു നെഗറ്റീവ് ഫെയിം ആണ് ഇവർക്ക് വേണ്ടിയതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അതായത് കുറേ പേരുടെ സംശയം എന്ന് വെച്ചാൽ ഇതേപോലെയുള്ള വീഡിയോസ് ഇട്ടിട്ട് സ്ക്രിപ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ചിന്താഗതി, ആ തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഇതേപോലത്തെ ക്ലിപ്പ് ഇട്ടേന്ന് പോലത്തെ ആ ഒരു ചിന്താഗതി വരെ ഇപ്പോൾ വന്നു തുടങ്ങി ആൾക്കാർക്ക്. എന്താ പറഞ്ഞത്? ഓഡിയോ ക്ലിപ്സ് എനിക്കെതിരെ. എടാ, ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ചുവാണെങ്കിൽ വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലാ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ, വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇത് കുറെ ആൾക്കാർ വിശ്വസിച്ചിട്ട് ഞാനത് ചെയ്തെന്ന് പറഞ്ഞിട്ട് നിൽക്കാം. യെസ്, ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്. തൊപ്പി പറയുന്നത് തൊപ്പിയുടെ ഓഡിയോ അല്ല, അത് എന്ന് പറഞ്ഞു. ഷമീർ കുറേ തൊപ്പിയുടെ ഓഡിയോ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട് ഇവർ കൂട്ടത്തിൽ നടക്കുന്ന സമയത്ത്. ഞാനൊക്കെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് പുറത്തു പോകുന്ന സമയത്ത് ആരാ വോയിസ് റെക്കോർഡറും പിടിച്ചുകൊണ്ട് എപ്പോഴും നടക്കുന്നത്? തൊപ്പി ഇപ്പം എനിക്കിഷ്ടമല്ലാത്തൊരുത്തരാണെങ്കിൽ പോലും അവൻ എന്ത് കുറ്റമാണ് പറയുന്നത് 24 മണിക്കൂർ വോയിസ് റെക്കോർഡിങ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരിട്ട ഓരോ വോയിസ് ക്ലിപ്പ്, തൊപ്പിയിട്ട് ഓരോ കാര്യങ്ങളും തൊപ്പിയിട്ട കാര്യങ്ങൾ, ഓക്കെ, തൊപ്പിയിട്ട കുറച്ച് കാര്യങ്ങൾ അവരുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യങ്ങൾ, അത് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് വീഡിയോ എടുത്താരാ? ഈ ഷമീർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, അതിൻ്റെ വീഡിയോ എടുത്താരാ? തൊപ്പിയാന്ന് തൊപ്പി പറയുന്നു. തൊപ്പി വേറെ ആരെങ്കിലും ആവട്ടെ, ആ വീഡിയോ എടുത്താരാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് സ്ക്രിപ്റ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ തൊപ്പി പറയുന്ന കാര്യങ്ങൾ, തൊപ്പിയുടെ ഓഡിയോ ക്ലിപ്പ് യൂസ് ചെയ്തു എന്നൊക്കെ പറയുന്നത്, അത് 5-6 മാസം മുന്നേ പ്ലാൻ ചെയ്ത കാര്യം. ഇതെന്താ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വല്ല ആണോ നേരത്തെ പ്ലാൻ ചെയ്യാനായിട്ട്? അത് തൊപ്പി മറ്റേ ഇന്റർനാഷണൽ, അതായത് അമേരിക്കയിലോട്ട് മിസൈൽ വിടുന്ന കാര്യമൊന്നുമല്ലല്ലോ സംസാരിക്കുന്നത്. ചുമ്മാ ലൈവിൽ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അതൊക്കെയല്ലേ സംസാരിക്കുന്നുള്ളൂ. അത് 5-6 മാസം മുന്നേ വോയിസ് റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ടെലികാസ്റ്റ് ചെയ്യാൻ ഈ തൊപ്പി എന്ന് പറഞ്ഞാൽ ആൾ രാജ്യദ്രോഹ കുറ്റമൊന്നുമല്ലല്ലോ ചെയ്യുന്നത്. എനിക്ക് ആ ഒരു കോൺസെപ്റ്റാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവർ ഈ വോയിസ് റെക്കോർഡ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ വേറൊരു പുള്ളിക്കാരുണ്ട്, ഇയാളുടെ വീഡിയോ ഫസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. പിന്നെ തിരിച്ചു വന്നത് അതേപോലെ മുനു പിന്നെ കുഴപ്പമില്ല. മുനു പിന്നെ ആ സമയത്ത് ഓൺ ആൻഡ് ഓഫ് അങ്ങനെയാണ്. കാരണം പണ്ട് കളിക്കാനൊന്നും ആരും കൂട്ടൂല, ഇവനാ എന്നെ കൂട്ടല്. പണ്ട് കളിക്കാൻ കൂട്ടൂല ആരും. ആ പുള്ളിക്കാരനെ കണ്ടോ? അതായത് തൊപ്പിയുടെ ലൈവിൽ പണ്ട് പറഞ്ഞു, അതായത് എന്നെ പണ്ട് കളിക്കാൻ കൂട്ടാത്ത സമയത്ത് ഇവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് തൊപ്പി പണ്ട് ഇതേപോലെ എന്തോ മോഷണ കേസിനൊക്കെ പോയിട്ടുള്ള ആ സമയത്ത് പുള്ളിക്കാരൻ്റെ ആ ഫാമിലി ആരും അടുപ്പിക്കുന്ന സമയത്ത് ഈ ചെറുക്കൻ മാത്രമാണ് അടുപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവനെ നല്ല രീതിയിൽ കണ്ട് അന്ന് ഇവന് ഡൗൺഫോൾ വന്ന സമയത്ത് ഈ പുള്ളിക്കാരനായിരുന്നു തോളത്ത് കയ്യിലിട്ട് നടന്ന ആള്. ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ വരെ തൊപ്പിക്കെതിരെ സംസാരിച്ചിരിക്കുക. അതാണ് എനിക്കൊരു സംശയം തോന്നാനുള്ള കാരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിപ്പോൾ ചീത്തയാന്ന് പറയുന്നത്, ഇപ്പം തൊപ്പിയുടെ പണ്ടത്തെ കേസ് നോക്കുകയാണെങ്കിൽ സാധാരണപ്പെട്ട ആരും പോകത്തില്ല. ആ സമയത്ത് പോലും അവൻ്റെ ഒപ്പം ഉണ്ടായി, തൊപ്പിയുടെ ഒപ്പം ഉണ്ടായ ഒരാളാണ്. ആ ആള് ഈ ഒരു ചെറിയ കേസ് വന്നപ്പോൾ ആ ഒരു കേസിന് അത്രയും വരത്തില്ലല്ലോ. ആ കേസും ഈ കേസും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ കേസാണ് വലിയ. ആ സമയത്ത് പോലും ഇടാത്തൊരാൾ എന്തുകൊണ്ട് ഈ ഒരു ചെറിയ കേസ് വന്നപ്പോൾ തൊപ്പിനെ കൈവിട്ടു? തൊപ്പിക്കെതിരെ അത് ഷമീറിൻ്റെ കൂട്ടത്തിലാണ് ഇവർ കയറിയിരിക്കുന്നത്. ഷമീറിനെ ഇവർക്ക് അറിയേ കൂടിയില്ല. ഈ പുള്ളിക്കാരന് ഷമീറിനെ അറിയേ കൂടിയില്ല. തൊപ്പി
തൊപ്പിയുടെ ഗ്യാങ്ങിൽ വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ഗ്യാങ് മെമ്പേഴ്സായിട്ടൊക്കെ പരിചയപ്പെട്ടത്. തൊപ്പിനെയാണ് വർഷങ്ങൾക്കായിട്ട് അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, അത്രയും ഓൾഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫ്രണ്ട് എന്തുകൊണ്ട് ഈ പുതിയ ആൾക്കാരുമായിട്ട് സെറ്റപ്പായിട്ട് പോയിരിക്കുന്നു? ഒരു സ്ട്രീം പുള്ളിക്കൊരു ചാനലുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇവരെന്തോ വ്യൂവർഷിപ്പൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ഇവരുടെ ഓരോരോ ഇത് സ്പ്ലിറ്റാക്കി കരിയർ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണോ എന്ന് പോലും സംശയം തോന്നി തുടങ്ങി. അത് കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ആവുന്ന രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊപ്പി എന്നിട്ട് അത് കൺവിൻസ് ചെയ്യാനായിട്ട് ഇപ്പോൾ പോലീസ് കേസൊക്കെ കൊടുക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ സിവിൽ കേസാണ്. ഡിഫമേഷൻ സിവിൽ കേസാണ്. അതൊക്കെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കും. അതൊക്കെ പ്രൂവ് ചെയ്താൽ മാത്രമേ വില കിട്ടത്തുള്ളൂ. എനിക്കറിയത്തില്ല. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക.